29/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ശരീരസഹിതം എന്തെല്ലാം കാണപ്പെടുന്നുവോ ഇവയെല്ലാം വിനാശമാകേണ്ടതുണ്ട്. ആത്മാക്കളായ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതിനാൽ പഴയ ലോകത്തെ മറക്കൂ. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഏത് വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ബാബയുടെ മെസ്സേജ് കേൾപ്പിക്കാൻ സാധിക്കും? ഉത്തരം: എല്ലാവരെയും കേൾപ്പിക്കൂ. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പരിധിയുള്ള സമ്പത്തിൻ്റെ സമയം പൂർത്തിയായിരിക്കുന്നു. അതായത് ഭക്തി പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ രാവണ രാജ്യം സമാപ്തമാകുന്നു. ബാബ നിങ്ങളെ രാവണനാകുന്ന 5 വികാരങ്ങളുടെ ജയിലിൽ നിന്നും മോചിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് ദൈവിക ഗുണങ്ങൾ ഉള്ളവരാകണം. കേവലം പുരുഷോത്തമ സംഗമയുഗത്തെ മനസ്സിലാക്കിയാൽ പോലും സ്ഥിതി ശ്രേഷ്ഠമാവുക സാധ്യമാണ്. ഓം ശാന്തി. ഇപ്പോൾ ആത്മീയ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവ്യഭിചാരി ഓർമ്മയിൽ ഇരിക്കുകയാണ്. ഒന്നാണ് അവ്യഭിചാരി ഓർമ്മ, മറ്റൊന്നാണ് വ്യഭിചാരി ഓർമ്മ. അവ്യഭിചാരി ഓർമ്മ അഥവാ അവ്യഭിചാരി ഭക്തി എപ്പോഴാണോ ആദ്യം ആരംഭിക്കുന്നത്, അപ്പോൾ എല്ലാവരും ശിവന്റെ പൂജ ചെയ്യുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ അതാണ്. അത് പിതാവുമാണ്, പിന്നെ ശിക്ഷകനുമാണ്. പഠിപ്പിക്കുന്നു. എന്ത് പഠിപ്പിക്കുന്നു? മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. ദേവതയിൽ നിന്നും മനുഷ്യനാകുന്നതിന് കുട്ടികളായ നിങ്ങൾക്ക് 84 ജന്മം എടുത്തു. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിന് 1 സെക്കൻഡ് എടുക്കുന്നു. ഇത് കുട്ടികൾ അറിയുന്നുണ്ട്. നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണ്. ആ ഒന്ന് നമ്മുടെ ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. യോഗം പഠിപ്പിക്കുന്നു. ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരിക്കൂ. ആ ഒന്ന് സ്വയം പറയുന്നു, ഹേ ആത്മാക്കളെ, ഹേ കുട്ടികളെ, ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിക്കൂ. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വസിക്കേണ്ടതില്ല. പഴയ ലോകത്തിൻ്റെ വിനാശത്തിന് വേണ്ടി തന്നെയാണ് ഈ വെടിക്കോപ്പുകളും മറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. നാച്ചുറൽ കലാമിറ്റീസും സഹായിക്കുന്നു. വിനാശം തീർച്ചയായും സംഭവിക്കുക തന്നെ വേണം. നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഇത് ആത്മാവ് അറിയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിൽ പഴയ ദേഹത്തെയും ഉപേക്ഷിക്കേണ്ടതുണ്ട്. ദേഹസഹിതം എന്തെല്ലാം ഈ ലോകത്തിൽ കാണപ്പെടുന്നുവോ ഇവയെല്ലാം വിനാശമാകേണ്ടതുണ്ട്. ശരീരവും ഇല്ലാതാകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾക്ക് വീട്ടിലേക്ക് മടങ്ങണം. മടങ്ങാതെ പുതിയ ലോകത്തിലേക്ക് വരാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമം ആകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുരുഷോത്തമർ ഈ ദേവതമാരാണ്. ഏറ്റവും ഉയർന്നതിലും ഉയർന്നതാണ് നിരാകാരനായ ബാബ. പിന്നെ മനുഷ്യ സൃഷ്ടിയിലേക്ക് വരൂ. അപ്പോൾ ഇതിൽ ഉയർന്നത് ദേവതയാണ്. അവരും മനുഷ്യരാണ്, പക്ഷേ ദൈവിക ഗുണങ്ങളുള്ളവരാണ്. പിന്നെ അവർ തന്നെ ആസുരീയ ഗുണം ഉള്ളവരാകുന്നു. ഇപ്പോൾ വീണ്ടും ആസുരീയ ഗുണങ്ങളിൽ നിന്നും ദൈവിക ഗുണങ്ങളിലേക്ക് പോകേണ്ടി വരും. സത്യയുഗത്തിൽ പോകേണ്ടി വരും. ആർക്ക്? കുട്ടികളായ നിങ്ങൾക്ക്. കുട്ടികളായ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. കേവലം ബാബയുടെ മെസ്സേജ് നൽകണം. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പരിധിയുള്ള സമ്പത്ത് പൂർത്തിയാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, 5 വികാരങ്ങളാകുന്ന രാവണന്റെ ജയിലിലാണ് എല്ലാ മനുഷ്യരും. എല്ലാവരും ദുഃഖം തന്നെയാണ് എടുക്കുന്നത്. ഉണങ്ങിയ റൊട്ടിയാണ് ലഭിക്കുന്നത്. ബാബ വന്ന് എല്ലാവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിച്ച് സദാ സുഖിയാക്കി മാറ്റുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനുഷ്യനെ ദേവതയാക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനു വേണ്ടി. ഇപ്പോൾ കലിയുഗമാണ്. വളരെയധികം ധർമ്മങ്ങളായി കഴിഞ്ഞു. കുട്ടികളായി നിങ്ങൾക്ക്
രചയിതാവിൻ്റെയും രചനയുടെയും പരിചയം സ്വയം ബാബ ഇരുന്ന് നൽകുന്നു. നിങ്ങൾ കേവലം ഈശ്വരൻ, പരമാത്മാവ് എന്ന് പറയുമായിരുന്നു. അത് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ് എന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ല. ആ ഒന്നിനെ പറയുന്നത് സദ്ഗുരു എന്നാണ്. അകാലമൂർത്തി എന്നും പറയുന്നു. നിങ്ങളെ ആത്മാവെന്നും ജീവെന്നും പറയുന്നു. ആ അകാലമൂർത്തി ഈ ശരീരമാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ ഒന്ന് ജന്മമെടുക്കുന്നില്ല. ആ അകാലമൂർത്തിയായ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, എനിക്ക് സ്വന്തം രഥമില്ല. ഞാൻ കുട്ടികളായ നിങ്ങളെ എങ്ങനെ പാവനമാക്കും? എനിക്ക് രഥം വേണമല്ലോ. അകാലമൂർത്തിക്കും സിംഹാസനം ആവശ്യമാണ്. അകാല സിംഹാസനം മനുഷ്യൻ്റേതായിരിക്കും, മറ്റാരുടേതുമായിരിക്കില്ല. നിങ്ങൾ ഓരോരുത്തർക്കും സിംഹാസനം വേണം. അകാലമൂർത്തിയായ ആത്മാവ് ഇവിടെ വിരാജിക്കുന്നു. ആ ഒന്ന് സർവരുടെയും പിതാവാണ്. ആ ഒന്നിനെ മഹാകാലൻ എന്ന് പറയുന്നു. ആ ഒന്ന് പുനർജന്മത്തിൽ വരുന്നില്ല. ആത്മാക്കളായ നിങ്ങൾ പുനർജന്മത്തിൽ വരുന്നു. ഞാൻ വരുന്നത് കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിലാണ്. ഭക്തിയെ രാത്രിയെന്നും ജ്ഞാനത്തെ പകൽ എന്നും പറയുന്നു. ഇത് ഉറച്ച രീതിയിൽ ഓർമ്മിക്കൂ. മുഖ്യമായത് തന്നെ 2 കാര്യങ്ങളാണ്: അൽഫും ബേയും, ബാബയും ചക്രവർത്തി പദവും. ബാബ വന്ന് ചക്രവർത്തി പദം നൽകുന്നു. ചക്രവർത്തി പദത്തിനു വേണ്ടി പഠിപ്പിക്കുന്നു. അതിനാൽ ഇതിനെ പാഠശാല എന്നും പറയുന്നു. ഭഗവാൻ വാച്ച, ഭഗവാൻ നിരാകാരനാണ്. ആ ഒന്നിനും പാർട്ടുണ്ടായിരിക്കേണ്ടതാണ്. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ആ ഒന്നിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, ഭക്തിമാർഗത്തിൽ ഓർമ്മിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല. ഹൃദയപൂർവം തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് ഹേ ഭഗവാൻ, ഹേ ലിബറേറ്റർ, ഓ ഗോഡ് ഫാദർ എന്നെല്ലാം. കാരണം ആ ഒന്ന് സർവ ആത്മാക്കളുടെയും ഫാദറാണ്. തീർച്ചയായും പരിധിയില്ലാത്ത സുഖം നൽകും. പരിധിയുള്ള പിതാവ് പരിധിയുള്ള സുഖം നൽകുന്നു. ആർക്കും തന്നെ അറിയില്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. പറയുന്നു, കുട്ടികളെ, മറ്റു കൂട്ടുകെട്ട് വേർപെടുത്തി ഒരു പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഇതും ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ദേവി ദേവതമാർ പുതിയ ലോകത്തിൽ വസിക്കുന്നു. അവിടെയാണെങ്കിൽ അപാര സുഖമാണ്. ആ സുഖങ്ങളുടെ അവസാനം കണ്ടെത്താനാകില്ല. പുതിയ കെട്ടിടത്തിൽ സദാ സുഖമുണ്ടായിരിക്കും. പഴയതിൽ ദുഃഖമാണുള്ളത്. അതിനാലാണ് ബാബ കുട്ടികൾക്ക് വേണ്ടി പുതിയ കെട്ടിടം ഉണ്ടാക്കിക്കുന്നത്. കുട്ടികളുടെ ബുദ്ധിയോഗം പുതിയ കെട്ടിടത്തിലേക്ക് പോകുന്നു. ഇതായി പരിധിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ പുതിയ ലോകം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. പഴയ ലോകത്തിൽ എന്തെല്ലാം കാണുന്നുവോ അത് ശ്മശാനത്തിൽ പ്രവേശിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ദേവസ്ഥാനം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സംഗമയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ ഭാഗത്തേക്കും നോക്കാൻ സാധിക്കും, സത്യയുഗത്തിൻ്റെ ഭാഗത്തേക്കും നോക്കാൻ സാധിക്കും. നിങ്ങൾ സംഗമയുഗത്തിൽ സാക്ഷിയായി നോക്കുന്നു. എക്സിബിഷനിൽ അഥവാ മ്യൂസിയത്തിൽ വരുമ്പോൾ അവിടെയും നിങ്ങൾ സംഗമത്തിൽ നിർത്തൂ. ഈ ഭാഗത്താണ് കലിയുഗം, ആ ഭാഗത്താണ് സത്യയുഗം. നമ്മൾ മധ്യത്തിലാണ്. ബാബ പുതിയ ലോകം സ്ഥാപിക്കുന്നു. അവിടെ വളരെ കുറച്ച് മനുഷ്യരാണുള്ളത്. മറ്റൊരു ധർമ്മത്തിലുള്ളവരും വരുന്നില്ല. കേവലം നിങ്ങൾ തന്നെയാണ് ആദ്യം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാവനമാകുന്നതിന് വേണ്ടി തന്നെയാണ് എന്നെ വിളിക്കുന്നത്. ഹേ ബാബ, നമ്മളെ പാവനമാക്കി പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ, ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നില്ല. പരംധാമത്തെ പറയുന്നത് സ്വീറ്റ് ഹോം എന്നാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെ മുക്തിധാമം എന്ന് പറയുന്നു. അതിനുവേണ്ടി തന്നെയാണ് സന്യാസിമാരും മറ്റും ശിക്ഷണം നൽകുന്നത്. അവർക്ക് സുഖധാമത്തിൻ്റെ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. അവർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. ഏതെല്ലാം ധർമ്മങ്ങൾ എപ്പോഴെല്ലാം വരുന്നു എന്നത് കുട്ടികളായി നിങ്ങളെ മനസ്സിലാക്കിച്ചു. മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൽ ആദ്യം ഫൗണ്ടേഷൻ നിങ്ങളുടേതാണ്. ബീജം എന്ന് പറയുന്നത് വൃക്ഷപതിയെയാണ്. ബാബു പറയുന്നു, വൃക്ഷപതിയായ ഞാൻ മുകളിൽ നിവസിക്കുന്നു.
എപ്പോഴാണോ വൃക്ഷം പൂർണ്ണമായും ജീർണിച്ചതാകുന്നത്, അപ്പോൾ ഞാൻ വരുന്നു ദേവതാധർമ്മം സ്ഥാപിക്കുന്നതിനായി. ബാനിയൻ ട്രീയുടേത് വളരെ വണ്ടർഫുള്ളായ വൃക്ഷമാണ്. ഫൗണ്ടേഷൻ ഇല്ലാതെ ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുകയാണ്. ഈ പരിധിയില്ലാത്ത വൃക്ഷത്തിലും ആദി സനാതന ദേവീദേവതാ ധർമ്മമില്ല. ബാക്കി എല്ലാ ധർമ്മങ്ങളും നിൽക്കുകയാണ്. നിങ്ങൾ മൂലവതന നിവാസി ആയിരുന്നു. ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾ ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നവരാണ്. അതിനാൽ മാക്സിമം 84 ജന്മമാണ്, പിന്നെ മിനിമം 1 ജന്മം. മനുഷ്യർ പിന്നെ പറയുന്നു 84 ലക്ഷം ജന്മം എന്ന്. അതും ആർക്കായിരിക്കും ഉള്ളത്? ഇതും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബാബ വന്ന് കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ 84 ജന്മം എടുക്കുന്നു. ആദ്യം എന്നിൽ നിന്നും നിങ്ങൾ വേർപെടുന്നു. സത്യയുഗി ദേവതമാർ തന്നെയാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണോ ആ ആത്മാക്കൾ ഇവിടെ പാർട്ട് അഭിനയിക്കുന്നത്, അപ്പോൾ ബാക്കി എല്ലാ ആത്മാക്കളും എവിടെ പോകുന്നു? ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിൽ ആയിരിക്കും. അപ്പോൾ ശാന്തിധാമം വേറെയായല്ലോ. പിന്നെ ലോകം ഇത് തന്നെയാണ്. പാർട്ട് എവിടെയാണ് അഭിനയിക്കുന്നത്? പുതിയ ലോകത്തിൽ സുഖത്തിൻ്റെ പാർട്ടും പഴയ ലോകത്തിൽ ദുഃഖത്തിൻ്റെ പാർട്ടും അഭിനയിക്കേണ്ടി വരുന്നു. ഇത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയാണ്. അത് രാമരാജ്യമാണ്. സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്നത് ലോകത്തിൽ ഒരു മനുഷ്യനും അറിയുന്നില്ല. രചയിതാവിനെയോ രചനയുടെ ആദ്യമധ്യ അന്ത്യത്തെയോ അറിയുന്നില്ല. ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് ഒരു പിതാവിനെ തന്നെയാണ് പറയുന്നത്. രചയിതാവിൻ്റെയും രചനയുടെ ആദ്യമധ്യ അന്ത്യത്തിൻ്റെയും ജ്ഞാനം ഒരു ശാസ്ത്രത്തിലും ഇല്ല. ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, പിന്നെ ഇത് പ്രായേണ ലോപിക്കുന്നു. സത്യയുഗത്തിൽ ഇതുണ്ടായിരിക്കുന്നില്ല. ഭാരതത്തിൻ്റെ പ്രാചീന സഹജ രാജയോഗം പാടപ്പെട്ടിട്ടുണ്ട്. ഗീതയിലും രാജയോഗം എന്ന പേര് വരുന്നു. ബാബ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് രാജപദത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. പിന്നെ രചനയിൽ നിന്നും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. സമ്പത്ത് ലഭിക്കുന്നത് തന്നെ രചയിതാവായ ബാബയിൽ നിന്നാണ്. ഓരോ മനുഷ്യനും ക്രിയേറ്ററാണ്. കുട്ടികളെ രചിക്കുന്നു. അവർ പരിധിയുള്ള ബ്രഹ്മാവാണ്. ഇത് പരിധിയില്ലാത്ത ബ്രഹ്മാവാണ്. ആ ഒന്ന് നിരാകാരമാണ്. ആത്മാക്കളുടെ പിതാവാണ്. മറ്റത് ലൗകിക പിതാവ്. ഇത് പിന്നെ പ്രജാപിതാവാണ്. പ്രജാപിതാവ് എപ്പോഴാണ് ഉണ്ടായിരിക്കേണ്ടത്? സത്യയുഗത്തിലാണോ? അല്ല, പുരുഷോത്തമ സംഗമയുഗത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത്. സത്യയുഗം ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണ് എന്നതും മനുഷ്യർക്ക് അറിയില്ല. അവരാണെങ്കിൽ സത്യയുഗത്തിനും കലിയുഗത്തിനുമൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നൽകിയിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഒരു യുഗം 1250 വർഷമാണ്. 84 ജന്മങ്ങളുടെയും കണക്ക് വേണമല്ലോ. ഏണിപ്പടിയുടെയും കണക്ക് വേണമല്ലോ. നമ്മൾ എങ്ങനെയാണ് ഇറങ്ങുന്നത്? ആദ്യം ഫൗണ്ടേഷനിൽ ദേവീ ദേവതമാരാണ്. അവർക്ക് ശേഷം പിന്നെ ഇസ്ലാമിയും ബൗദ്ധരും വരുന്നു. ബാബ വൃക്ഷത്തിൻ്റെ രഹസ്യവും പറഞ്ഞു തന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾ പറയും, ഈ ചിത്രവും മറ്റും എങ്ങനെ ഉണ്ടാക്കി? ആരാണ് പഠിപ്പിച്ചത്? പറയൂ. ബാബ നമ്മളെ ധ്യാനത്തിൽ കാണിച്ചു. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നു. പിന്നെ അതിനെ ബാബ തന്നെ ഈ രഥത്തിൽ വന്ന് കറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാക്കൂ എന്ന് സ്വയമേ തന്നെ കറക്റ്റ് ചെയ്യുന്നു. ശ്രീകൃഷ്ണനെ ശ്യാമസുന്ദരം എന്ന് പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് പറയുന്നു എന്നത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൃഷ്ണൻ വൈകുണ്ഠത്തിൻ്റെ അധികാരിയായിരുന്നു. അപ്പോൾ വെളുപ്പായിരുന്നു. പിന്നെ ഗ്രാമത്തിലെ ബാലകനും കറുപ്പുമായി. അതിനാൽ കൃഷ്ണനെ തന്നെയാണ് ശ്യാമസുന്ദരം എന്ന് പറയുന്നത്. ഈ ഒന്ന് ആദ്യം വരുന്നു. തത്വം. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം നടക്കുന്നു. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ആര് ചെയ്യുന്നു? ഇതും ആർക്കും അറിയില്ല. ഭാരതത്തെ തന്നെ മറന്ന് ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവർ ഹിന്ദു എന്ന് പറയുന്നു. ഞാൻ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഭാരതത്തിൽ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. അതിപ്പോൾ പ്രായേണ ലോപിച്ചു പോയി.
ഞാൻ വീണ്ടും സ്ഥാപിക്കുവാൻ വരുന്നു. ആദ്യം ആദി സനാതന ദേവീ ദേവതാധർമ്മമാണ്. ഈ വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഇലകളും മഠങ്ങളും മാർഗങ്ങളും പിന്നീടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയും ശോഭയുണ്ടാകുന്നു. പിന്നെ അന്തിമത്തിൽ എപ്പോഴാണോ മുഴുവൻ വൃക്ഷവും ജീർണിച്ച അവസ്ഥ പ്രാപിക്കുന്നത്, അപ്പോൾ വീണ്ടും ഞാൻ വരുന്നു. യഥാ ഹി ആത്മാവ് സ്വയം തന്നെ പോലും അറിയുന്നില്ല, ബാബയെയും അറിയുന്നില്ല. സ്വയം തന്നെയും അധിക്ഷേപിക്കുന്നു, ബാബയെയും ദേവതമാരെയും അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. തമോ പ്രധാനവും അറിവില്ലാത്തവരുമായി മാറുന്നു. അപ്പോൾ ഞാൻ വരുന്നു. പതീത ലോകത്തിൽ തന്നെയാണ് വരേണ്ടി വരുന്നത്. മനുഷ്യരായ നിങ്ങൾക്ക് ജീവദാനം നൽകുന്നു, അതായത് മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു, സർവ ദുഃഖങ്ങളിൽ നിന്നും ദൂരെയാക്കുന്നു, അതും പകുതി കൽപ്പത്തേക്ക്. വന്ദേ മാതരം എന്ന മഹിമയുമുണ്ടല്ലോ. വന്ദിക്കുന്നത് ഏത് മാതാക്കളെയാണ്? നിങ്ങൾ മാതാക്കളാണ്. മുഴുവൻ സൃഷ്ടിയെയും സ്വർഗമാക്കി മാറ്റുന്നു. പുരുഷന്മാരുമുണ്ട്, എന്നാൽ മെജോറിറ്റി മാതാക്കളുടേതാണ്. അതിനാൽ ബാബ മാതാക്കളുടെ മഹിമ ചെയ്യുന്നു. ബാബ വന്ന് നിങ്ങളെ ഇത്രയും മഹിമായോഗ്യരാക്കുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അപാര സുഖങ്ങളുടെ ലോകത്തിൽ പോകുന്നതിനായി സംഗമത്തിൽ നിൽക്കണം. സാക്ഷിയായി സർവ്വതും കണ്ടുകൊണ്ടും ബുദ്ധിയോഗം പുതിയ ലോകത്തിൽ യോജിപ്പിക്കണം. ബുദ്ധിയിലുണ്ടായിരിക്കണം, ഇപ്പോൾ നമ്മൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എല്ലാവർക്കും ജീവദാനം നൽകണം. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ദൈവിക ഗുണം ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും വേണം. വരദാനം: സദാ ശ്രേഷ്ഠ സമയമനുസരിച്ച് ശ്രേഷ്ഠ കർമ്മം ചെയ്തുകൊണ്ട് ആഹാ ആഹാ എന്ന ഗീതം പാടുന്ന ഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ. ഈ ശ്രേഷ്ഠ സമയത്തിൽ സദാ ശ്രേഷ്ഠ കർമ്മം ചെയ്തുകൊണ്ട് ആഹാ ആഹാ എന്ന ഗീതം മനസ്സുകൊണ്ട് പാടിക്കൊണ്ടിരിക്കൂ. ആഹാ എൻ്റെ ശ്രേഷ്ഠ കർമ്മം, അഥവാ ആഹാ ശ്രേഷ്ഠ കർമ്മം പഠിപ്പിക്കുന്ന ബാബ. അപ്പോൾ സദാ ആഹാ ആഹാ എന്ന ഗീതം പാടൂ. ഒരിക്കലും അറിയാതെയെങ്കിലും ദുഃഖത്തിൻ്റെ ദൃശ്യം കണ്ടാൽ പോലും അയ്യോ എന്ന വാക്ക് വരാൻ പാടില്ല. ആഹാ ഡ്രാമ, ആഹാ ആഹാ ബാബ, ആഹാ. ഏതൊന്നാണോ സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്നത്, ആ ഭാഗ്യം വീട്ടിലിരിക്കെ ലഭിച്ചു. ഈ ഭാഗ്യത്തിൻ്റെ ലഹരിയിലിരിക്കൂ. സ്ലോഗൻ: മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലിയാക്കി മാറ്റൂ. അപ്പോൾ ഏതൊരു ചഞ്ചലതയിലും അചഞ്ചലവും ആടാത്തതും ആയിരിക്കും. യോഗത്തിൻ്റെ അഭ്യാസം. ബൃഹസ്പതിയായ ബാബ ഭാഗ്യവിധാതാവിൻ്റെ രൂപത്തിൽ ശ്രേഷ്ഠ ഭാഗ്യമുണർത്തുന്ന ഈ സംഗമവേളയിൽ മധുരമായ ബാബ എന്ന ഭാവനായുക്ത സങ്കല്പം മനസ്സിൽ വരുമ്പോൾ തന്നെ ബാബയുടെ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവും
സുഖദായകവുമായ ഈ സ്മൃതിയുടെ ആനന്ദം ഞാൻ എടുക്കുന്നു. ശിവബാബയുടെ ജ്യോതിർബിന്ദു രൂപത്തിൽ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ഞാൻ ശക്തിശാലി സ്ഥിതി അനുഭവിക്കുന്നു. ഈ സൂക്ഷ്മ സ്മൃതിയുടെ ശക്തി മായയുടെ വിഭിന്ന സമസ്യകളെ സമാപ്തമാക്കുന്നു. വിഘ്നങ്ങൾ വിനാശമാക്കുന്നു. സ്ഥൂല അഗ്നിയുടെ പരിവർത്തന ശക്തി പോലെ ഈ സൂക്ഷ്മ യോഗാഗ്നി പൂർവജന്മ പാപങ്ങളെ ഭസ്മമാക്കുന്നു. ഞാൻ സ്വച്ഛവും ലൈറ്റ് സ്വരൂപവുമാകുന്നു. ഭാരരഹിതമാകുന്നു. ഈ ശക്തിശാലി സ്ഥിതി നിലനിർത്തിക്കൊണ്ട് ഞാൻ ആത്മസിംഹാസനമായ ഭൃഗുടിയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശക്തിയുടെ തരംഗങ്ങൾ സ്വതവേ വ്യാപിക്കുന്നു. ഇത് അന്തരീക്ഷത്തെ സ്നേഹമയവും ശക്തിശാലിയും ആക്കുന്നു. ബൃഹസ്പതിയായ ബാബയുടെ ഓർമ്മയുടെ ഛത്രഛായയിൽ ഞാൻ ഇപ്രകാരം സ്ഥിതി ചെയ്യുമ്പോൾ മനസ്സ് ശക്തിശാലിയായി, വാച നോളജ്ഫുള്ളായി, കർമ്മണ ലവ്ഫുള്ളായി, സഹജമായി സ്ഥിതി ചെയ്യാൻ എനിക്ക് കഴിയുന്നു.